IT മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ ടെക്നോ പാർക്കിന് കീഴിലുള്ള വിവിധ കമ്പനികളിൽ വന്നിട്ടുള്ളത്. ഫ്രഷേഴ്സിനും അതേപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും അവസരങ്ങളുണ്ട്. അതേപോലെ തന്നെ അവർ ഇന്റേൺഷിപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ ജോബ് വാക്ക് ഡ്രൈവ് ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ഡീറ്റെയിലോട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് വേക്കൻസി വരുന്നത് ടെക്നോ പാർക്ക് ട്രിവാൻഡ്രത്ത് റൈസൺ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ഫ്രഷേഴ്സിനെയാണ് അവർക്ക് ആവശ്യമുള്ളത്. 2023-2024-2025 പാസ് ഔട്ട്സിന് അപ്ലൈ ആവുന്നതാണ്. ഇതിന്റെ അപ്ലിക്കേഷന്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ജൂൺ 8-ാം തീയതിയാണ്. അവരുടെ ഇമെയിൽ ഐഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുവഴി നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ആ ജോലിയുടെ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കീ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. അതോടൊപ്പം തന്നെ ഇതിന് വേണ്ട ക്വാളിഫിക്കേഷനും റിക്വയർഡ് ആയിട്ടുള്ള സ്കില്ല് ഇവർ പറയുന്നുണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. കമ്പ്യൂട്ടർ സയൻസിലോ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫീൽഡിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് നോളജ് ഉണ്ടായിരിക്കണം. ജാവാസ്ക്രിപ്റ്റ്, റിയാക്ട്, അതേപോലെ തന്നെ നോഡ് JS പോലുള്ള ഇതിൽ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് നോളജ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ വേറെ എന്തൊക്കെ സ്കില്ലാണ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ നോക്കുക. ഇതിന്റെ പ്രിഫേർഡ് ആയിട്ടുള്ള സ്കില്ല് ഇവിടെ പറയുന്നുണ്ട്. ട്രിവാൻഡ്രത്താണ് ജോബ് വരുന്നത്. അതേപോലെ തന്നെ സാലറി റേഞ്ച് വരുന്നത് 4 to 6 LP ആണ് വരുന്നത്. സോ നല്ലൊരു അവസരമാണ് ഈ ഒരു ഏരിയയിലുള്ളവർ ഇതിന് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വേക്കൻസി വരുന്നത് സ്മാർട്ട് HMS സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡിലാണ്. ഫ്രഷേഴ്സിനെയാണ് വിളിക്കുന്നത്. ഡെവലപ്പർ ആയിട്ടാണ് വിളിക്കുന്നത്. ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ജൂൺ 8-ാം തീയതിയാണ്. മെയിൽ ഐഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മെയിൽ ഐഡിയിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ജോബിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രിഫേർഡ് സ്കില്ലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം, പ്രോബ്ലം സോൾവിംഗ് സ്കില്ലൊക്കെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി തന്നെയാണ്. കമ്പ്യൂട്ടർ സയൻസിലോ മറ്റേതെങ്കിലും റിലേറ്റഡ് ഫീൽഡിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. 0 to 1 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. സാലറി പാക്കേജ് 4 LPA മുതൽ 6 LPA വരെ തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് ജോലി വരുന്നത് പൈത്തൺ ഡെവലപ്പർ ആയിട്ടാണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. നേരത്തെ പറഞ്ഞിട്ടുള്ള റൈസൺ പ്രൈവറ്റ് ലിമിറ്റഡിൽ തന്നെയാണ് വേക്കൻസി. ജൂൺ 6-ാം തീയതി വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക. മെയിൽ ഐ ഡി ഉണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ റിലേറ്റഡ് ഫീൽഡിലാണ്. പാക്കേജ് വരുന്നത് 4 to 6 LP ആണ്. ട്രിവാൻഡ്രത്ത് തന്നെയാണ് ജോബ് വരുന്നത്. പ്രിഫേർഡ് ആയിട്ടുള്ള സ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൈത്തൺ പ്രോഗ്രാമിംഗിലുള്ള പ്രൊഫഷ്യൻസി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പൈത്തൺ ഫ്രെയിംവർക്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. ജാങ്കോ പോലുള്ളതൊക്കെ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ട സ്കിൽ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക. നെക്സ്റ്റ് വേക്കൻസി വരുന്നത് പിറ്റ്സ് എന്ന് പറയുന്നതാണ്. പിറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. പിറ്റ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡിലാണ്. പൈത്തൺ ഡെവലപ്പറെയാണ് ആവശ്യം. AIML പൈത്തൺ ഡെവലപ്പറെയാണ് ആവശ്യം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് മെയ് 15-ാം തീയതിയാണ്. മെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക. ടെക്നോ പാർക്ക് ട്രിവാൻഡ്രത്ത് തന്നെയാണ് ജോബ് വർക്ക് വരിക നിങ്ങൾക്ക്. അതേപോലെ തന്നെ എന്താണ് പൈത്തൺ കോഡിംഗ്, AIML പൈത്തൺ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള പൈത്തൺ കോഡിങ്ങിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽ നിങ്ങൾക്ക് സ്ട്രോങ് പൈത്തൺ ഫണ്ടമെന്റൽസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ബേസിക് മെഷീൻ ലേണിംഗ് കൺസെപ്റ്റും ലൈബ്രറീസിനെ കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടിയിരിക്കും. ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു അവസരമാണ് ഈ ഒരു മേഖലയിൽ ഉള്ളവർക്ക്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്രഷേഴ്സിനെ അവർ വെൽക്കം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ ഇത് നല്ലൊരു അവസരമാണ്. അടുത്തൊരു അവസരം വരുന്നത് റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ടാണ്. ഫുൾ ടൈം ഒരു പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് ITMK-യിലാണ്. ടെക്നോ പാർക്കിൽ തന്നെ വരുന്ന ഒരു ക്യാമ്പസിൽ വരുന്ന ഒരു കമ്പനിയാണ്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 30-ാം തീയതിയാണ്. ഏപ്രിൽ 30 കോൺടാക്ട് ചെയ്യേണ്ട ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ജോബിന്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ റോളാണ് നിങ്ങൾക്ക് വരിക. റിക്വയർഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇവർ പറയുന്നത് കംപ്ലീറ്റഡ് അവർ സ്റ്റഡിങ് ഫൈനൽ ഇയർ MSc അല്ലെങ്കിൽ ഫൈനൽ ഇയർ MSc പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ MSc കംപ്ലീറ്റ് ആയവർക്ക് BTech, MTech, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ റിലേറ്റഡ് ഏരിയയിൽ ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്കോ ഇതിൽ അപ്ലൈ ആവുന്നതാണ്. ഏരിയാസ് ഏതൊക്കെയാണെന്നത് അവിടെ കൊടുത്തിട്ടുണ്ട്. VLSI, അതേപോലെ ഇലക്ട്രോണിക് മെറ്റീരിയൽസ്, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്, RFN ഓർ മൈക്രോവേവ്സ് പോലുള്ള ഏരിയ ആണ് ഇവിടെ ഇവർ പറയുന്നത്. പ്രിഫേർഡ് ആയിട്ടുള്ള സ്കില്ലാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്ത് തന്നെയാണ് വരുന്നത്. നല്ലൊരു അവസരമാണ്, നല്ലൊരു കമ്പനിയാണ്. നെക്സ്റ്റ്
ഇതേ IITMK തന്നെ ഇന്റേൺസിനെ വിളിക്കുന്നുണ്ട്. ഒരു ഇന്റേൺഷിപ്പ് അവസരമാണ്. ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് 30-ാം തീയതിയാണ്, ഏപ്രിൽ 30 മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അവർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഗൂഗിൾ ഫോം വഴിയാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. 30-ാം തീയതി 4 മണിക്ക് മുമ്പായിട്ട് ഈ ഒരു ഗൂഗിൾ ഫോം വഴി നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇതിന്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇന്റേൺഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേറ്റ്സ് ആണ്, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒരു എനി ഡിസിപ്ലിൻ ആണ് പറയുന്നത്. ഓക്കെ, പ്രിഫേർഡ് MBA ഉള്ളവർക്ക് ഒരു പ്രിഫറൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള ഇവിടെ പറയുന്നുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇന്റേൺഷിപ്പ് ഒക്കെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. കൊച്ചിയിൽ തന്നെയായിരിക്കും ഇതിന്റെ ഇത് വരുന്നുണ്ടാവുക, ജോബ് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് നമുക്ക് AI ഡെവലപ്പറെയാണ് ആവശ്യം. ആപ്സ്ട്രീം ടെക്നോളജി എന്ന് പറയുന്ന കമ്പനിയിലാണ് AI ഡെവലപ്പറെ ട്രെയിനി ആണ് കേട്ടോ, ട്രെയിനി ആയിട്ടാണ് നിയമിക്കുന്നത്. ക്ലോസിംഗ് ഡേറ്റ് മെയ് 31. മെയിൽ ID കൊടുത്തിട്ട് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ജോയിനിങ് ആയിരിക്കും വരുന്നുണ്ടാവുക. പൈത്തണിലും അതേപോലെ തന്നെ ഊപ്സ് നോളജ് ഒക്കെ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മെയിൽ IDയിലോട്ട് റെസ്യൂം അയക്കുകയാണ് വേണ്ടത്. പ്രിഫേർഡ് ആയിട്ടുള്ള സ്കില്ല് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പൈത്തണിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. അതിന്റെ ലൈബ്രറീസ് ഒക്കെ ടെൻസർഫ്ലോ പൈറ്റോർച്ചിലൊക്കെയുള്ള നോളജ് വേണം. ലൈബ്രറീസ് പാൻഡാസ് NumPy ഒക്കെ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ നിങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. മെയിൽ ID കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് മെയിൽ അയച്ചാൽ മതി. നെക്സ്റ്റ് വരുന്നത് PHP ഡെവലപ്പറാണ്. ഇമ്മീഡിയറ്റ് ഹയറിംഗ് ആണ്. ഇതിന്റെ ഇവിടെ എന്റെ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് മെയ് 10-ാം തീയതിയാണ്. എന്തൊക്കെയാണ് ഇവർ വേണ്ട ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആവശ്യമുള്ള ഒരു ജോലിയാണ്. എക്സ്പീരിയൻസ് എല്ലാം കുറേ ജോലികൾ അതിലുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് PHP എക്സ്പീരിയൻസ് വേണം. മിനിമം 5 years എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്സിലൊക്കെ ഉള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ജൂംല, ഡ്രൂബൽ, OS കോമേഴ്സ് പോലുള്ളവയൊക്കെ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് സ്കില്ല് വേണ്ടതെന്ന് ഇവിടെ പറയുന്നുണ്ട്. ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഈ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു ജോലിക്ക് അപ്ലൈ ആവുന്നതാണ്. ടൈംസ് വേർഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. നെക്സ്റ്റ് ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു അവസരമാണ്. ആൻഡ്രോയിഡ് ഡെവലപ്പറായിട്ട് ട്രിപ്റ്റ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡിലോട്ടാണ്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് 11. കോൺടാക്ട് ചെയ്യേണ്ട ഇമെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. പ്രിഫേർഡ് ആയിട്ടുള്ള സ്കില്ല് പറയുന്നതും അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പറയുന്നതും ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആണ്. ബേസിക് ആൻഡ്രോയിഡ് ഡെവലപ്മെന്റിലുള്ള ബേസിക് നോളജ് ഉണ്ടായിരിക്കും. ജാവയൊക്കെ മസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ജാവയിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക് ഈ ഒരു ജോലി പ്രിഫർ ചെയ്യാവുന്നതാണ്. ഡിസൈഡ് ആയിട്ടുള്ള സ്കില്ല് എന്തൊക്കെയാണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഫ്രഷേഴ്സ് ആയിട്ട് ഈ ഒരു ജോലിയിലോട്ട് അപ്ലൈ ആവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ടെസ്റ്റിങ്ങിലാണ്. ഫ്രഷേഴ്സിനുള്ള ഒരു അവസരമാണ്. റിലാക്സ് പ്ലസ് ടെക്നോളജി എന്ന് പറയുന്ന കമ്പനിയിലാണ് വരുന്നത്. 2023, 2024, 2025 പാസ് ഔട്ട്സിന് അപ്ലൈ ആവുന്നതാണ്. ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് 29 ഏപ്രിലാണ്. കോൺടാക്ട് ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ആ ഇമെയിൽ വഴി നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി വരിക എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിംഗ് ആണ്. ടെസ്റ്റിംഗ് മേഖലയിൽ താല്പര്യമുള്ളവർക്ക് ഇതിന് അപ്ലൈ ആവുന്നതാണ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണ്. മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമേഷൻ ഒക്കെ അതിൽ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും എന്നുള്ള ഈ ഡീറ്റെയിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്താലും ഇവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് നേരത്തെ പറഞ്ഞിട്ടുള്ള പിറ്റ് സൊല്യൂഷനിൽ തന്നെ .NET ഡെവലപ്പറെ ഫ്രഷേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് 15-ാം തീയതിയാണ്. കോൺടാക്ട് ചെയ്യേണ്ട ഇമെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് തന്നെയാണ്, ടെക്നോ പാർക്കിൽ തന്നെയാണ് ജോലി വരുന്നുണ്ടാവുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. C# അതേപോലെ തന്നെ .NET, SQL ഒക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം. പ്രിഫേർഡ് ആയിട്ടുള്ള സ്കില്ല് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രഷേഴ്സിനെ വെൽക്കം ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇതുവഴി നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ്. ലിങ്ക് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് അടുത്ത
ഒരു വേക്കൻസി വരുന്നത് QA ഇന്റേൺഷിപ്പ് ആണ്. ഒരു ഇന്റേൺഷിപ്പ് അവസരമാണ്. ഫ്രഷേഴ്സിനെയാണ് വെൽക്കം ചെയ്യുന്നത്. ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ഏപ്രിൽ 27-ാം തീയതിയാണ്. കോൺടാക്ട് ചെയ്യേണ്ട ഇമെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷെൽ സ്ക്വയർ സോഫ്റ്റ്വെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ് അവസരം. സോ വർക്ക് ഫ്രം ഓഫീസാണ്. പെയ്ഡ് ഇന്റേൺഷിപ്പ് ആണ് കേട്ടോ. ഇന്റേൺഷിപ്പ് നോക്കുന്നവർക്ക്, പെയ്ഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു അവസരമാണ്. 2 months ഡ്യൂറേഷനിലുള്ള പെയ്ഡ് ഇന്റേൺഷിപ്പ് ആണ്. സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടുക 7,000 8,000 ആണ്. നമുക്ക് ആ ഒരു റേഞ്ചിലാണ് നമുക്ക് പെർ മന്ത് സ്റ്റൈപ്പൻഡ് കിട്ടുക. എന്തൊക്കെയാണ് നമുക്ക് വേണ്ട സ്കില്ല് എന്നുള്ളത് ഇവർ പറയുന്നുണ്ട്. QA ആണ്, ക്വാളിറ്റി അനലിറ്റിക്സ് ആണ് ഇതിന്റെ കരിയർ ഏരിയ വരുന്നത്. റീസെന്റ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റുഡൻസിനെയാണ് ടെക്നിക്കൽ ഡിസിപ്ലിനിലുള്ള ഇപ്പോൾ പാസ് ഔട്ട് ആവുന്നത് അല്ലെങ്കിൽ ഫൈനലേഴ്സിനൊക്കെയാണ് ഇവർക്ക് ഇന്റേൺഷിപ്പിന് ആവശ്യമുള്ളത്. ഇങ്ങോട്ട് പൈസ കിട്ടുന്ന ഇന്റേൺഷിപ്പാണ്. സോ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു അവസരമാണ്. അതേപോലെ തന്നെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് നമുക്ക് കിട്ടും. റിയൽ ടൈം പ്രൊജക്റ്റിലുള്ള എക്സ്പോഷർ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് നമുക്ക് കിട്ടും. സർട്ടിഫിക്കറ്റ് ഓഫ് ഇന്റേൺഷിപ്പ് കിട്ടുന്നുണ്ട്. സോ അങ്ങനെയുള്ള ആവശ്യമുള്ളവർ ഈ ഒരു ഇന്റേൺഷിപ്പ് നല്ലൊരു ഓപ്ഷനാണ്. പ്രിഫേർഡ് ആയിട്ടുള്ള സ്കില്ലോട് പറഞ്ഞു. ഫ്രഷർ, ക്വാളിറ്റി അനലിറ്റിക്സിലുള്ള അതേപോലെ ടെസ്റ്റിങ്ങിലൊക്കെ താല്പര്യമുള്ളവർക്കായിരിക്കും ഇതൊന്നും കൂടി നന്നായിരിക്കുക. അടുത്തൊരു അവസരം വരുന്നത് ഫുൾ സ്റ്റാക്ക് ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പറാണ്. വർക്ക് ഫ്രം ഹോം അവസരമാണ്. ലേഡീസിനൊക്കെ പറ്റിയൊരു അവസരമാണ്. വർക്ക് ഫ്രം ഹോം ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫുൾ സ്റ്റാക്ക് ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാം. ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 30-ാം തീയതിയാണ്. കോൺടാക്ട് ചെയ്യേണ്ട ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ലീഡർ എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലോട്ടാണ് അവസരമുള്ളത്. വർക്ക് ഫ്രം ഹോം അവസരമാണ്. അവരുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഡീറ്റെയിൽ എടുക്കാവുന്നതാണ്. പൊസിഷൻ ഓവർവ്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് റെസ്പോൺസിബിലിറ്റി വരിക എന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് എൻഡ് ഡെവലപ്മെന്റ്, ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റിലും നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം. ഡാറ്റാബേസ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഡെവലപ്പ് ഒക്കെ റിക്വയർഡ് ആയിട്ടുള്ള സ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3+ ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ഫുൾ സ്റ്റാക്ക് ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്മെന്റിലുള്ളവർക്ക് ഇതിന് അപ്ലൈ ആവുന്നതാണ്. Vue.js-ലുള്ള സ്ട്രോങ് പ്രൊഫിഷ്യൻസി ആവശ്യമാണ്. അതേപോലെ തന്നെ Node.js, എക്സ്പ്രസ്, Nest.js ഒക്കെ അറിഞ്ഞിരിക്കണം. SQL, NoSQL ഒക്കെ ഉള്ള എക്സ്പീരിയൻസ്, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പ്രിഫേർഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. എക്സ്പീരിയൻസ് വിത്ത് Next.js, Next.js-ലൊക്കെയാണ് പറയുന്നത്. പ്രിഫേർഡ് ആയിട്ടുള്ള സ്കില്ല് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ്, ബാക്ക് എൻഡ് ഡെവലപ്മെന്റിൽ എന്താണ് വേണ്ടത്, ഡാറ്റാബേസ് മാനേജ്മെന്റിൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, ഡെവോപ്സും അതേപോലെ ഡിപ്ലോയ്മെന്റ് ഒക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. സോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വീട്ടിൽ നിന്നും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പറായിട്ട് ഉള്ളത് ചൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഒരു വാക്കിംഗ് ഡ്രൈവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. TCS-ൽ തന്നെ TCS കൊച്ചിയിൽ ഒരു വാക്കിംഗ് ഡ്രൈവ് നടക്കുന്നുണ്ട്. 26 ഏപ്രിലാണ് വാക്കിംഗ് ഡ്രൈവ് നടക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അവിടെ പോയിട്ട് അപ്ലൈ ആവുന്നതാണ്. സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 8 മണിക്കാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. അവരെ കോൺടാക്ട് ചെയ്യേണ്ട ഇമെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ആരൊക്കെയാണ് ഹയർ ചെയ്യുന്നതെന്നുള്ളത് പറയുന്നുണ്ട്. ജാവ, അതേപോലെ തന്നെ .NET, മെയിൻ ഫ്രെയിം, അസൂർ, ക്ലൗഡ് ടെക്നോളജിയിലൊക്കെ 4 to 9 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൊച്ചി അതേപോലെ തന്നെ ട്രിവാൻഡ്രത്തായിരിക്കും ജോബ് വരുന്നുണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആണ്, TCS ആണ് ഇത് ഹയർ ചെയ്യുന്നത്. നല്ലൊരു അവസരമാണ്. TCS-നെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണ്. നല്ലൊരു കമ്പനിയാണ്. പ്രിഫേർഡ് ആയിട്ടുള്ള സ്കില്ലും ഓപ്പൺ റോൾസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ജാവ ഡെവലപ്പർ, .NET ഡെവലപ്പർ, ജാവ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ, .NET ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ, അസൂർ ക്ലൗഡ് എഞ്ചിനീയർ ഒക്കെയാണ് വർക്കിംഗ് വേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞു TCS സെന്ററിൽ തന്നെയാണ്, ഇൻഫോപാർക്ക് ക്യാമ്പസിലുള്ള TCS സെന്ററിൽ തന്നെയാണ് വരുന്നത്. എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരുടെ മൊബൈൽ ആപ്പിന്റെ ലിങ്കും അതേപോലെ തന്നെ വെബ്സൈറ്റിന്റെ ലിങ്കും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്, വാക്കിംഗ് ഡ്രൈവിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെയുള്ള നിരവധി അവസരങ്ങളാണ് ഉള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മെയിനായിട്ടും ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങളാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിരവധി അവസരങ്ങൾ ടെക്നോ പാർക്കിന് കീഴിലുള്ള വിവിധ കമ്പനികളിലുണ്ട്. അത് നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇന്റേൺഷിപ്പ് അവസരങ്ങളെല്ലാം നിങ്ങൾക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റും. സോ എല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ട് ഫ്രഷേഴ്സിന് വേണ്ടിയിട്ട് മുൻഗണന കൊടുത്തിട്ടുള്ള വീഡിയോസ്
ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതുണ്ട്. ഇതൊക്കെ നിങ്ങൾ നോക്കുക. ഇതാണ് അവരുടെ ടെക്നോ പാർക്കിന്റെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത്. സോ ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നല്ലൊരു അവസരമാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു അവസരമായിട്ട് വരുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്.